நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ തിരുപ്പൊൽ ചൂർണത്തിലെ അവസാനത്തെ പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അയൻ്റെ തല ചെണ്ടായി പന്താടി എന്ന് പാടി, അർക്കൻ്റെ ദന്തനിര പറിച്ചവനെന്ന് പാടി, ആനയെ കൊന്ന് തോല് പുതച്ചവനെന്ന് പാടി, കാലനെ കാലുകൊണ്ട് തൊഴിച്ചോനെന്ന് പാടി, തകർന്ന മുപ്പരവും അമ്പൈത്താലെന്ന് പാടി, ഏഴകളാകും നമ്മെ എவ்விധം കൈക്കൊണ്ടെന്നും ഈശൻ്റെ നയങ്ങളെ പാടി ആടി തിമർത്ത് നാഥന് പൊന്നിൻ ചോർണം നമ്മൾ ഇടിച്ചിടണം. നാഥന് നാം പൊന്നിൻ ചൂർണം പിടിച്ചിടണം. നാഥൻ്റെ മഹത്വം പാടി പുകഴ്ത്തിക്കൊണ്ട്, നാഥൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ട്, നാഥൻ്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ ചൂർണം പൊടിച്ചെടുക്കാം. അയൻ്റെ തല ചെണ്ടായി പന്താടി എന്ന് പാടി. അയൻ ബ്രഹ്മാവിൻ്റെ തല ഒരു ചെണ്ട് പൂ പോലെ പറിച്ചെടുത്ത് അമ്മാനമാടിയവനാണ് ശിവൻ. അതായത് ബ്രഹ്മാവും വിഷ്ണുവും ശിവൻ്റെ ശിരസ്സും അതേപോലെ തന്നെ പാദവും കാണാൻ വേണ്ടി മത്സരിച്ച് പോകുന്നു. അങ്ങനെ ശിവൻ്റെ ശിരസ് കാണാതെ ബ്രഹ്മാവ് നുണ പറയുന്നു, ശിവൻ്റെ ശിരസ് താൻ കണ്ടു എന്ന്. അങ്ങനെ നുണ പറഞ്ഞതുകൊണ്ട് ശിവൻ ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് അറുത്തെടുത്തു എന്നാണ് സങ്കല്പം. അങ്ങനെ ശിവൻ്റെ ഒരു ശിരസ് നുണ പറഞ്ഞതിനാൽ അറുത്തെടുത്ത് ചെണ്ടായി പന്താടുകയാണ് ശിവൻ ചെയ്തത്. അങ്ങനെയുള്ള ശിവഭഗവാനെ നമുക്ക് വാഴ്ത്തിപ്പാടാം. പിന്നെ അർക്കൻ്റെ ദന്തനിര പറിച്ചവനെന്ന് പാടി, അർക്കനെയും പരാജയപ്പെടുത്തി അർക്കൻ്റെ ദന്തനിര പല്ലുകൾ കൊഴിച്ചവനാണ് ശിവൻ. അതേപോലെ ആനയെ കൊന്ന് തോലുരിച്ചവൻ എന്ന് പാടി. ആന ഗജാസുരൻ്റെ വധത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഗജാസുരൻ്റെ വധം നടത്തിയ അല്ലയോ ഭഗവാൻ, അങ്ങയുടെ കീർത്തനങ്ങളെ ഞങ്ങൾ പാടിപ്പോഴ്ത്തുന്നു. കാലനെ കാലുകൊണ്ട് തൊഴിച്ചവൻ എന്ന് പാടി. കാലനെ കാലുകൊണ്ട് തൊഴിച്ചവനാണ് ശിവൻ. അങ്ങനെ കാലനെ പരാജയപ്പെടുത്തിയവനാണ് ശിവൻ. അതായത് മാർക്കണ്ഡേയ പുരാണത്തിലെ കഥയുണ്ട്. മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടി, മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കാലനെ കാലുകൊണ്ട് തൊഴിച്ചവനാണ് ശിവൻ. അപ്പോൾ കാലാരിയായ ശിവനെ പാടി നമുക്ക് പുകഴ്ത്താം. പിന്നെ തകർന്ന് മുപ്പുരവും അമ്പെയ്ത്താനാൽ തകർത്ത ശിവനെക്കുറിച്ച് നമുക്ക് പാടാം. അങ്ങനെ തകർത്ത് മുപ്പുരവും അമ്പെയ്ത്താലെന്ന് പാടി, 3 പുരങ്ങളും ത്രിപുരന്മാരുടെ 3 പുരങ്ങളും അമ്പ് കൊണ്ട് നശിപ്പിച്ചവനാണ് ശിവൻ. അങ്ങനെയുള്ള ശിവൻ്റെ മഹാവീരപരാക്രമങ്ങൾ നമുക്ക് വാഴ്ത്തിപ്പാടാം. അപ്പോൾ ശിവൻ്റെ വീരപരാക്രമങ്ങൾ എന്തിനാണ് പാടുന്നത്? ശക്തി സ്വരൂപനായ ശിവൻ്റെ ശക്തി നമുക്കും നമ്മുടെ കുടുംബത്തിനും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശിവൻ്റെ ഈ ശക്തി സ്വരൂപമായ കഥകൾ പാടുന്ന ഈ മംഗമാർ സത്യത്തിൽ തങ്ങൾക്ക് തന്നെ ശക്തി കിട്ടാൻ വേണ്ടി ശിവൻ്റെ ശക്തിഭാവത്തെ, ശരിക്കും രൗദ്രഭാവത്തെ, രുദ്രശിവനെയാണ് ഇവിടെ ഈ മംഗമാർ വാഴ്ത്തി പാടുന്നത്. ശക്തിലീലകൾ, ശിവൻ്റെ തിരുവിളയാടലുകളാണ് നാം ഇവിടെ കാണുന്നത്. ഏഴകളാകും നമ്മെ എவ்விധം കൈക്കൊണ്ടെന്നും, ഏഴകളായ നമ്മളെ, ശിവൻ്റെ അടിമകളായ നമ്മളെ കൈക്കൊണ്ട് ഈശൻ്റെ നയങ്ങളെ നമുക്ക് പാടി നിന്നാടിയാടി തിമിർക്കാം. അങ്ങനെ ഈശൻ്റെ ശക്തിവിശേഷങ്ങളെ പാടി നമുക്ക്
ശിവൻ്റെ ശക്തി സ്വരൂപനായ രുദ്രഭഗവാനായ ശിവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും പാടാം. അപ്പോൾ ശക്തി സ്വരൂപനായ ശിവൻ്റെ വീരപരാക്രമങ്ങൾ പാടുന്നത് നമുക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശക്തിയുടെ ദേവനാണ് ശിവൻ. ആ ശക്തിയുടെ പരാക്രമശാലിയായ ശിവൻ്റെ ശക്തി മുഴുവൻ കിട്ടാൻ വേണ്ടിയാണ് ശിവൻ്റെ പരാക്രമ കഥകൾ, യുദ്ധകഥകൾ, ശത്രുക്കളെ പരാജയപ്പെടുത്തിയ മഹനീയമായ മഹാകഥകൾ പറയുന്നത്. അത് പാട്ടായി പാടി നമുക്ക് ശിവനെ സ്തുതിക്കാം. ഈ തിരുവാതിരം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശിവഗീത എടുക്കാം. അത് കഴിഞ്ഞ തിരുവിളയാടൽ എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്, തിരുവിളയാടൽ പുരാണവും എടുക്കാം. അപ്പോൾ നമുക്ക് ശിവൻ്റെ ശക്തി മുഴുവനും നമുക്ക് ലഭിക്കും. കാലാരിയായ അതേപോലെ തന്നെ രുദ്രനായ ശിവൻ്റെ ശക്തിവിശേഷങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് ശിവഗീതയും അതേപോലെ തന്നെ തിരുവിളയാടലും ഇതിനു ശേഷം പഠിക്കാം. ഏഴകളാകും നമ്മെ ഇவ்விധം കൈക്കൊണ്ടെന്നും ഈശ്വരൻ്റെ നയങ്ങളെ പാടിയാടിയ നാം നാഥന് പൊന്നിൻ ചൂർണം നമ്മൾ ഇടിച്ചിടണം. അങ്ങനെ ശിവന് വേണ്ടി നാം ഈ പൊന്നിൻ ചൂർണം ഇടിച്ച് ശിവന് വേണ്ടി കർമ്മം ചെയ്ത്, ശിവസേവ ചെയ്ത്, ശിവകർമ്മം ചെയ്ത് നമുക്ക് ശിവനെ സ്തുതിച്ച് ശിവൻ്റെ മഹത്വം നമുക്കും ലഭിക്കത്തക്ക വിധത്തിൽ, ശിവൻ്റെ ശക്തി നമുക്കും ലഭിക്കുന്ന വിധത്തിൽ ശിവൻ്റെ കീർത്തനങ്ങളും പ്രഭാഷണങ്ങളും നടത്തി നമുക്ക് ശക്തി ആർജിക്കാം, ശിവശക്തി നേടിയെടുക്കാം. കൊന്നപ്പൂമാലെ ഹാരമായി ചൂടിയതും ഉമ്മത്തിൻ പൂവും തിങ്കൾ ചൂടിയതും ശിഷ്ടന്മാർ വാഴും തില്ലൈ ചിറ്റമ്പലവും വാഴ്ത്തി ചിറ്റമ്പലത്തിലുള്ള നമ്മുടെ സമ്പത്തിനെ മെയ്യണിക്കച്ചയായും കയ്യിൽ കങ്കണമായും അകരത്തിലും ആടിടും പാമ്പിനെയും പാടി നാം വാഴ്ത്തിക്കൊണ്ട് പൊൻചൂർണമിടിക്കണം. ഇനി ശിവൻ്റെ ഒരു പാദാദികേശ വർണ്ണനയും അതേപോലെ അലങ്കാര കൽപ്പനയുമൊക്കെയാണ് നാം ഇനി കാണാൻ പോകുന്നത്. കൊന്നപ്പൂ തലയിൽ ചൂടി, ഹാരമായി കൊന്നപ്പൂവ് തലയിൽ ചൂടിയവനാണ്. പിന്നെ ഉമ്മത്തിൻ്റെ പൂവും തിങ്കൾ പിറയും ജടയിൽ ചൂടിയവനാണ്. ശിഷ്ടന്മാർ വാഴും തില്ലൈ ചിറ്റമ്പലവും വാഴ്ത്തി, നമുക്ക് ചിദംബരത്തിലെ തില്ലയിലെ ആ ചിദംബരേശനെ നമുക്ക് വാഴ്ത്തിപ്പാടാം. ചിറ്റമ്പലത്തിലുള്ള നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ എല്ലാമായ എല്ലാ സമ്പത്തുകളും നിറഞ്ഞിരിക്കുന്ന ശിവഭഗവാനെ ചിറ്റമ്പലത്തിൽ നമുക്ക് കണ്ടു വണങ്ങാം. മെയ്യണിക്കച്ചയായും കയ്യിൽ കങ്കണമായും മുടിയകരത്തിലും ആടിടും പാമ്പിനെയും. ഇനി ശിവൻ്റെ മറ്റൊരു ചിത്രമാണ് കാണുന്നത്. മെയ്യണിക്കച്ചയായും, മെയ്യിൽ കച്ച പോലെ പുലിത്തോലൊക്കെ അണിഞ്ഞ് കയ്യിൽ കങ്കണവും ധരിച്ച് മുടിയകരത്തിലും ആടിടും പാമ്പിനെയും, മുടിയിലും അതുപോലെ കഴുത്തിലും പാമ്പിനെയും അണിഞ്ഞ് ആടുന്ന ശിവനെ, ശിവനൃത്തം ചെയ്യുന്ന ശിവതാണ്ഡവമാടുന്ന ആ ഭഗവാനെ പാടി നാം വാഴ്ത്തിക്കൊണ്ട് പൊൻചൂർണം ഇടിക്കാം. വേദവും യാഗവുമാകുന്നവനായി ഉണ്മയും പൊയ്യുമായി മേവിയവനായി ഒളിയും ഇരുളുമായിടുന്നവനായി പാതിയും പൂർണ്ണവുമാകുന്നവനായി ബന്ധവും മോക്ഷവും ഏകുന്നവനായി ആദിയും അന്തവുമാകുന്നവനായി നീരാടാൻ പൊൻചൂർണം നാം ഇടിക്കാം. നമുക്ക് പൊൻചൂർണം ഇടിക്കാം. എന്നെങ്ങനെയുള്ള ശിവഭഗവാൻ? വേദവും യാഗവുമാകുന്നവൻ. വേദത്തിൻ്റെ വേദമാണ്, വേദപ്പൊരുളാണ് ശിവൻ. യാഗത്തിൻ്റെ എല്ലാ യജ്ഞങ്ങളുടെയും കർത്താവാണ് ശിവൻ. എല്ലാ യജ്ഞങ്ങളും സ്വീകരിക്കുന്നവനാണ് ശിവൻ. ഉണ്മയും പൊയ്യുമായി, സത്യവും അതേപോലെ പൊയ്യായും മെയ്യുന്നവനും ശിവനാണ്. അപ്പോൾ ഉണ്മയും ഉണ്മയില്ലായ്മയും ശിവൻ തന്നെ. ഒളിയും ഇരുളും, പ്രകാശവും ഇരുട്ടും ശിവൻ തന്നെ. പാതിയും പൂർണ്ണവും, പാതിമെയ്യും അതേപോലെ പൂർണ്ണമെയ്യും ശിവൻ തന്നെ. അപ്പോൾ എല്ലാത്തിൻ്റെയും സാരമായ, എല്ലാത്തിൻ്റെയും സമ്പത്തായ ശിവഭഗവാനെ നമുക്ക് പാടിയാടി
സ്തുതിക്കാം. ബന്ധവും മോക്ഷവും മേകുവാനായി നമുക്ക് ബന്ധം നൽകുന്നതും ശിവൻ, മോക്ഷം നൽകുന്നതും ശിവൻ. അപ്പോൾ രണ്ടും ബന്ധവും മോക്ഷവും നൽകുന്നത് ഭഗവാൻ ശിവനാണ്. അതുകൊണ്ട് ആ ഭഗവാൻ ശിവനെ ആദിയും അന്തവുമാകുന്നവൻ, ആദിയും അന്തവും ശിവനാണ്, തുടക്കവും ഒടുക്കവും ശിവഭഗവാനാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണഭൂതനായ അല്ലയോ ശിവഭഗവാൻ, അങ്ങേ പാടിക്കൊണ്ട് ഞങ്ങൾ ഈ പൊഞ്ചൂർണ്ണമിടിക്കുന്നു. അപ്പോൾ ശിവഭഗവാന്റെ ശക്തിവിശേഷങ്ങളെല്ലാം ഈ പാട്ട് പാടി വാഴ്ത്തുന്ന നമുക്കും ലഭിക്കണമേ എന്നാണ് പ്രാർത്ഥന. ശിവൻ എന്തൊക്കെ ശക്തികളുണ്ടോ, ശിവന് എന്തൊക്കെ കഴിവുകളുണ്ടോ, ശിവന് എന്തൊക്കെ സിദ്ധികളുണ്ടോ, ആ അഷ്ടൈശ്വര്യ സിദ്ധികളും ആ എല്ലാവിധ ശിവ നന്മകളും നമ്മിലേക്കും പകർന്നൊഴുകാൻ വേണ്ടിയിട്ടാണ് നാം ഈ തിരുചൂർണം ശിവന് വേണ്ടി ഇടിക്കുന്നത്. ഈ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നതിലൂടെ ശിവൻ്റെ അനുഗ്രഹം നമുക്കും അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും അന്തരീക്ഷത്തിനുമെല്ലാം തന്നെ ശിവൻ്റെ ഊർജം പ്രസരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ശിവോർജം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈഖരി നാദം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ തിരുവാചക വൈഖരിയുടെ അർത്ഥം ഇതാണ്. വൈഖരി ശബ്ദം ശിവൻ്റെ നാദമാണ്, ആ ശിവൻ്റെ ശബ്ദമാണ്. ശിവശബ്ദം ഉച്ചരിക്കുന്നതിലൂടെ, ശിവശബ്ദം കീർത്തനം ചെയ്യുന്നതിലൂടെ നാമും ശിവനെ പൂജിക്കുകയും ശിവ തേജസ്സിലേക്ക് നമ്മളും എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു മഹനീയ മുഹൂർത്തമാണ് നാം ഇവിടെ ആസ്വദിക്കുന്നത്. ഓം ശിവായ നമഃ.